ഇന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു തെങ്ങും തൈ നടാമെന്ന് വിചാരിച്ചു. ഒരു കൂട്ടുകാരൻ തന്നതാണ്. നല്ലനം തെങ്ങാണെന്നൊക്കെ പറഞ്ഞ് ഒരു തേങ്ങ മുളച്ചതാണ് തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമില്ല കൊണ്ടുവന്ന് തന്നിട്ട് എന്തായാലും അത് നട്ടിട്ട് വേണം ബാക്കിയുള്ള ജോലി ചെയ്യാനെന്ന് വിചാരിച്ച് ഞാൻ ആ തെങ്ങും തൈ നടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഴിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. വലിയ കുഴിയൊന്നും വേണ്ടല്ല, പക്ഷെ മണ്ണൊക്കെ നല്ല ഉറച്ച് കിടക്കണോണ്ട് കട്ടാമ്പാരൊക്കെ കുത്തിയിട്ടാണ് ഒരു ചെറിയ കുഴിയാണെങ്കിലും അത് എടുക്കേണ്ടി വന്നത് കേട്ടോ. എന്ത് തന്നെ ആയാലും ഞാൻ എന്തത് നടണമെന്ന് വിചാരിച്ച് എന്തും നടും, ഇല്ലെങ്കിൽ മടി പിടിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും ചോലയില്ല, അപ്പോൾ നന്നായിട്ട് വളർന്നു വന്നോളൂ എന്ന് വിചാരിച്ചാണ് അവിടെ നട്ടത് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ വേപ്പില ഉണ്ടല്ലോ, വലിയ മരമൊന്നും എനിക്കില്ല, ചെറിയ ചെറിയ കുറേ തൈകളൊക്കെ ഉണ്ട്. എന്തായാലും അതിനും ഒന്ന് വളം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഒരു മൂടുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ രാവിലെ അങ്ങനത്തെ മൂടാണ് തോന്നിയത്, ഇതൊക്കെ ചെയ്തിട്ടാവും അടുത്ത ജോലിയിൽ അല്ലെങ്കിൽ സാധാരണ എല്ലാ ജോലിയും കഴിഞ്ഞ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ ഇരുന്നേച്ച് മൂന്നാറൊക്കെ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. കേബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും അതേപോലെ മല്ലിച്ചപ്പ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് വന്നിരുന്നു. അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞെന്നാൽ പിടിച്ചില്ലെങ്കിലാ. എന്തായാലും അതൊക്കെയും പാകിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മണ്ണൊക്കെ എടുത്തിട്ടാണ് അത് ഒരു ബക്കറ്റിലൊക്കെ എടുത്തിട്ട് അതെല്ലാ വിത്തുകളും തന്നെ ഓരോരോ ചട്ടികളിൽ വെറൈറ്റി വിത്തുകളൊക്കെ വേറെയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നമ്മളെല്ലാം കൂടി ഒരു ബക്കറ്റ് ഇട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഓരോരോ ബക്കറ്റുകൾ എടുത്തിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ അതിനകത്തേക്ക് വെതറിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ആ വിത്തിങ്ങനെ വന്നിങ്ങനെ പൊങ്ങി ഇരിക്കും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കും. ഇത്തിരി മണ്ണൊക്കെ ഇട്ട് മീതയിലിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ പാകമാവും. എന്നിട്ട് നമുക്ക് അതിനകത്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് മുളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ മാറ്റിയൊക്കെ നടാട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് അത് പറ്റൂല. മഴക്ക് മുമ്പൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മുളച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാമല്ലോ. അതേ സമയത്ത് മഴയാണെങ്കിൽ ചീഞ്ഞൊക്കെ പോകില്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് തന്നെയായാലും ഞാനിതെല്ലാം പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റം നിറച്ച് ചവറ് പിടിച്ച് കിടക്കണ ഒരു കാറ്റും മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചവറും മുഴുവനും വീഴും കേട്ടോ. അതാണിപ്പോൾ അവിടുത്തെ പ്രശ്നം. ഈ തേക്കിൻ്റെ ഇലകളൊക്കെ വലുതാണ്, അതൊക്കെ ചിലതൊക്കെ ഒരു മുറത്തിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും. അതൊക്കെ വന്ന് വീണ് കിടക്കുമ്പോൾ നമ്മൾ ഓർക്കും ഒരാഴ്ചയും മുറ്റം അടിച്ചിട്ടെന്ന് വിചാരിക്കും കാണുന്നവർ. അതേപോലെ ചവറ് വന്ന് വീഴും. എന്ത് തന്നെയായാലും അതൊക്കെ നീക്കം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഭംഗിയൊക്കെ വരും. ഈ ചവറൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത. എനിക്കിങ്ങനെ ചവറൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഒരു മെനയില്ല കാണാൻ പറമ്പും പരിസരമൊക്കെ എന്നോർത്ത് അത് അടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നോക്കി നടക്കും ഇനി വല്ല ചവറൊക്കെ ഉണ്ടാകുന്നൊക്കെ. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ചില ചവറൊക്കെ പിന്നെയും വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയും എടുത്ത് കുറച്ച് സമയം നല്ല ക്ലീനായിട്ടൊക്കെ കിടക്കും. കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പഠിച്ചതിനേക്കാളും കൂടുതൽ ചവറ് പിന്നെയും വീഴും. എന്ത് തന്നെ ആയാലും ഞാനൊരു കമ്പി വെച്ചൊക്കെ അതൊക്കെ കുറേയൊക്കെ കുത്തിയൊക്കെ കളയും. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ മുറ്റമൊക്കെ അടിച്ച് തൂത്തൊക്കെ എടുക്കും. ബാക്കി വീണതൊക്കെ ഇങ്ങനെ ഒരു കമ്പി വെച്ചൊക്കെ കുത്തിയൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് ഉണ്ടല്ലോ ഒരു തോടുണ്ടായിരുന്നു മീൻ വളർത്താമെന്നും പറഞ്ഞൊക്കെ കുഴിച്ച് ചെയ്യണ ആ തോട്. അപ്പോൾ ആ തോട്ടിൽ ഇങ്ങനെ മണ്ണൊക്കെ ഇടിയണ കാരണം നമുക്ക് മീനൊക്കെ അധികം വളർത്താനൊന്നും പറ്റൂല, കല്ലൊക്കെ കെട്ടേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര പൈസ ചിലവൊക്കെ അല്ലേ. അങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ബ്രാലും കറുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയാലും പിടിക്കുമില്ല, അതൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ പോകും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഈ ചവറൊക്കെ കൊണ്ട് ആ തോട്ടിൽ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ച് ഒരു പഴയ പായാണ് കേട്ടോ. ഈ പായില്ലേ പുല്ലുപായൊക്കെ നല്ലതാണ്, നമുക്ക് കാണാനൊക്കെ ഭംഗിയാണ്, എന്ത് ഡിസൈനൊക്കെ ചെയ്തൊക്കെയാണ്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചുരുട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാവം നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് വരും. പൂട്ടുകൂടി വന്ന പോലെ പൊടിഞ്ഞൊടിഞ്ഞിരിക്കും. പിന്നെ ആ പായ നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ശ്വാസം മുട്ടുള്ളവർക്കൊന്നും അത് പറ്റുമൊന്നുമില്ല. എന്ത് തന്നെയാലും എന്തെങ്കിലും പുതപ്പൊക്കെ വിരിച്ചിട്ടേ ആ പായെ കിടക്കാവൂ. അല്ലെങ്കിൽ എന്താ പറ്റണതെന്ന് അറിയാമോ, കാലുവേദനയൊക്കെ കൊണ്ട് നമുക്ക് ശരീരം വേദനയൊക്കെ ആയിരിക്കും. പുതപ്പൊക്കെ വിരിച്ചിട്ട് ആ പായയിൽ കിടന്നാൽ മതി കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഇപ്പോൾ പായൊന്നും ആവശ്യമില്ല, ഇപ്പോൾ ബെഡേലൊക്കെയാണ് കിടക്കണത്. പിന്നെ എന്തെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഈ പായ ഉപയോഗിക്കുള്ളൂ. മറ്റുള്ള പായൊക്കെ നല്ലതാണ്, പക്ഷേ ഇതാണ് ഇച്ചിരി കാണാനൊക്കെ സ്റ്റൈലിടാനൊക്കെ.
ഫ്രണ്ടിലുള്ള ചവറെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് ഒത്തിരി ചവറുകളൊക്കെ വീണിട്ട് ഈ മാങ്കോസ്റ്റിൻ്റെയൊക്കെ കുറേ ഇലകളൊക്കെ വീണ് കിടക്കണേന് മഴയൊക്കെ ആയത് കാരണമാണ് അങ്ങനെ പച്ചിലയൊക്കെ കൂടുതലും വീണ് കിടക്കുന്നത്. അതൊക്കെ അടിച്ച് തൂത്തൊക്കെ വരുമ്പോൾ ഒരു സമയം പിടിക്കും. എന്തായാലും എന്താ ജോലി എന്നൊക്കെ മറ്റുള്ളവർ ഓർക്കും, എന്താ പണി അതിലൊക്കെ എന്ത് പണിയാണെന്നൊക്കെ ഓർക്കും. പക്ഷേ ഈ ചവറടിക്കണമെങ്കിൽ തന്നെ കുറേ സമയങ്ങളൊക്കെ വേണ്ടി വരും. മരങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി ഉള്ളതിൻ്റെ പേരിൽ ചവറൊക്കെ നല്ലപോലെ അടിച്ച് ക്ലീനാക്കി ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ അതേപോലെ തന്നെ തോട്ടിലൊക്കെ ഇങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വീണ് കിടക്കും. അതൊക്കെ നമ്മൾ എടുത്തില്ലെങ്കിൽ തുരപ്പനൊക്കെ കാർന്ന് തിന്നും. അതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ കാറ്റും മഴയൊക്കെ ആയത് കാരണം കൊലയൊക്കെ ഉണ്ടല്ലോ, അധികം മൂത്തിട്ടൊന്നും ഉണ്ടായില്ല, ഒടിഞ്ഞൊക്കെ വീണ്. പിന്നെ ഒരു പൈനാപ്പിൾ 2-3 പഴുത്ത് കിടപ്പുണ്ടായി. ഒരെണ്ണം ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. നമ്മളുടെ ബന്ധുക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ചെടുത്തായിരുന്നു. പിന്നെ അതേപോലെ കപ്പയും പിന്നെ കുടപ്പനും അതേപോലെ തന്നെ ഈ മാങ്കോസ്റ്റൊക്കെ ഉണ്ടല്ലോ വീണ് കിടന്നേച്ച്. ഈ കാറ്റും മഴയത്തൊക്കെ ഇത് വീഴും. ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ? റംബുട്ടാനൊക്കെ ആണെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കിളികളും കാക്കകളും ഒക്കെ കൊണ്ടുപോകും. ആ സമയത്ത് ഈ മാങ്കോസ്റ്റാണ് നമ്മൾ നടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മാങ്കോസ്റ്റ് തന്നെത്താനെ വീണ് കിടക്കും. നമുക്ക് ൊന്നും വേണ്ട. അതുപോലെ കിളികളൊന്നും അങ്ങനെ കളയൊന്നുമില്ല. ഇതിലൊരു കറ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കിളികളും ഇത് കൊത്തിക്കൊണ്ടുപോകില്ല. അങ്ങനെ വീണൊക്കെ കിട്ടും. നല്ല മധുരം ഇരുന്നിട്ടാ. മഴയത്താണല്ലോ ഇത് പഴുക്കണതൊക്കെ തന്നെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ചെത്തി കണ്ടിച്ചൊക്കെ വെക്കാം. പിള്ളേരാരെങ്കിലും വരികയാണെങ്കിൽ എളുപ്പമാണല്ലോ കൊടുക്കാനൊക്കെ എന്ന് വിചാരിച്ച് ആ ജോലികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയായിരുന്നു. ഇവിടെ പഴുത്ത പഴമൊക്കെയാണ്. പിന്നെ കപ്പങ്ങയെല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കൊച്ചുങ്ങൾ വരുമെന്ന് പറയണ കേട്ടെ. എന്ത് തന്നെയായാലും കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. മാങ്കോസ്റ്റും അതേപോലെ തന്നെ പേരറിയാത്ത വേറൊരു ചെടി, ഒരു മരം ഇതിനകത്ത് നിൽപ്പുണ്ടേ. അതെല്ലാവരും പ്ലമ്മാണെന്നും പറഞ്ഞാൽ തന്നത്. പക്ഷെ അത് പ്ലമ്മൊന്നുമല്ല. എന്ത് തന്നെയായാലും അതിൽ കാ പിടിച്ചിട്ടില്ല. ഞാനൊരു ആണി അടിച്ചപ്പോൾ 5-6 പൂക്കളൊക്കെ കണ്ട്. ഞാനത് ഇനി ഉണ്ടായി വരുമ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റും. ഇതിങ്ങനെ കൊഴിഞ്ഞൊക്കെ പോകണണ്ട മാങ്കോസ്റ്റ്. അത് ഇച്ചിരി വെള്ളമൊക്കെ ധാരാളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാവൊക്കെ എന്താണെന്നറിയുമ്പോൾ നിറയെ ഇലകളൊക്കെ ഇങ്ങനെ വീണ് ഇതായി കിടക്കും. അതാണ്, മരങ്ങളാണ് ചുറ്റും. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് അടിച്ച് നല്ല ഭംഗി